കേരളത്തിൽ റോഡിൽ എവിടെ നോക്കിയാലും കാണുന്ന ഒരു വാഹനമാണ് ഇപ്പോൾ ഇത് എന്താണ് ഇതിന്റെ പ്രത്യേകത? ഏതാണ് ഈ മോഡൽ? ഇതാണ് ആ മോഡൽ വരുന്നത്. MGയുടെ വിൻസർ EV ഇലക്ട്രിക് വാഹനമാണ്. എന്താ അതിന്റെ പ്രത്യേകത അറിയണ്ടേ? 16 ലക്ഷം രൂപ ഓൺ റോഡ് വിലക്ക് ഇത്രയും വലിയൊരു വാഹനം വേറെ ഇലക്ട്രിക്കൽ ഇല്ല എന്നുള്ളതാണ് പ്രധാന കാരണം. ഇന്നോവയുടെ അത്രയും വീൽ ബേസ് വരുന്ന വാഹനമാണ് വിൻസർ EV. 2.7 മീറ്റർ ആണ് ഇതിന്റെ വീൽ ബേസ്. ഇഷ്ടംപോലെ സ്ഥല സൗകര്യമാണ് വിൻസറിനകത്ത്. ഒപ്പം കംഫർട്ട് കൂട്ടാനായി 135 ഡിഗ്രി ചരിക്കാവുന്ന എയറോ ലോഞ്ച് സീറ്റുകൾ കൂടി വരുന്നുണ്ട്. കൊള്ളാമല്ലോ, കൈ കെട്ടി ഒന്ന് ഓടിച്ച് നോക്കണം തോന്നില്ലേ? എന്നാൽ അങ്ങനെ എല്ലാവർക്കും കയറി ഓടിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഇതിൽ കയറി നോക്കിയതിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ടോ ഗിയർ ലിവറോ ഒന്നും കാണാൻ പറ്റില്ല. പിന്നെ എങ്ങനെ ഓടിക്കും? കീ നമ്മുടെ കയ്യിലോ പോക്കറ്റിലോ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്തേക്ക് പോയാൽ തന്നെ വാഹനം അൺലോക്ക് ആവും. ജസ്റ്റ് ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ എല്ലാം ഓണായി വരും. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എല്ലാം ഓണായി. ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാ? വെറുതെ ബ്രേക്കിൽ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇവിടെ റെഡി എന്ന് കാണിക്കും. അപ്പോൾ പോകാൻ റെഡിയായി. ഇതാണ് ഗിയർ ലിവർ. ഡ്രൈവിലേക്ക് താഴേക്ക് തട്ടുന്നു, നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നു. 38 കിലോവാട്ടിന്റെ ബാറ്ററി പാക്കാണ് MG വിൻസറിനായിട്ട് നൽകിയിട്ടുള്ളത്. ഫുൾ ചാർജിന് 331 കിലോമീറ്റർ ഓടാനായിട്ട് പറ്റും. ഒരു 15.6 ഇഞ്ചിന്റെ മെഗാ ഡിസ്പ്ലേ ആണ് MG ഈ ഒരു വാഹനത്തിനായിട്ട് നൽകിയിട്ടുള്ളത്. മൂൺ റൂഫ് ആണെങ്കിലും മ്യൂസിക് പ്ലെയർ ആണെന്നുണ്ടെങ്കിലും ഹെഡ്ലൈറ്റ് ആണെങ്കിലും ഒക്കെ ഇതിലാണ് കൺട്രോൾ ചെയ്യേണ്ടത്. ഫിസിക്കൽ കൺട്രോൾസ് ഒന്നും തന്നെ നൽകിയിട്ടില്ല. അതൊരു നല്ല കാര്യമാണോ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നു? കമന്റ് ചെയ്ത് അറിയിക്കും.